നാട്ടിൽ എല്ലാവരും ഡോക്ടർ ആണെങ്കിൽ ഒരു ജോബ് മാർക്കറ്റിൽ ഒരു കാര്യമില്ല. എല്ലാവരും എഞ്ചിനീയർ ആയെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോഴത്തെ ഈ കേരളത്തിലെ യുവാക്കൾ കൂടുതലും പുറത്തേക്ക് പോകാനുള്ള കാരണം ഒരു 10-15-18 വർഷം മുമ്പ് നമ്മുടെ നാട്ടില് കൂണുപോലെ മുളച്ചു വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളായിരുന്നു. അവിടുന്ന് ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി. ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഒരുപാട് പേര് പഠിച്ചിറങ്ങി. പക്ഷെ അവർക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നു. ആ ഒരു ഇക്വേഷനിൽ നമുക്ക് കേരളത്തിൽ അതിന് ആനുപാതികമായിട്ട് വളരാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അതായത് ഈ കഴിഞ്ഞ 20 വർഷത്തെ സർക്കാരുകളുടെ പ്രവർത്തന മുരടിപ്പാണ് അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലായ്മയാണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ പുറത്തേക്ക് പോകാനുള്ള കാരണം. അവരെ കൂടി ഇവിടെ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രകൃതിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോ സിസ്റ്റം വരണം. കാരണം ഒരേ സമയം തന്നെ നമ്മൾ പ്രകൃതി നോക്കണം, ഇല്ലേ ഒരു കാര്യമില്ല. എക്കോ സിസ്റ്റം അപ്പൊ അതെങ്ങനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം? അല്ല, നമ്മുടെ നാട്ടിലെ ഒരു സാമ്പത്തിക അന്തരീക്ഷം അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരാൾ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വാങ്ങാൻ ആളുണ്ടായിരിക്കണം. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം. ഡിമാൻഡ് ഈസ് എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് and to purchase a particular commodity എന്നാണ്. ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പർച്ചേസ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ആഗ്രഹം മാത്രം പോരാ. ഇപ്പൊ എനിക്കൊരു റോൾസ് റോയ്സ് കാർ വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം മാത്രം പോരാ, എബിലിറ്റി വേണം, അതിനുള്ള സാമ്പത്തിക ശേഷി വേണം, പിന്നെ വില്ലിംഗ്നെസ് ടു പർച്ചേസ്. ഈ ഡിമാൻഡ് എന്നുള്ളൊരു ടേം മാത്രമാണ് നമുക്ക് ഈ എക്കോ സിസ്റ്റം എന്നതിനെ മറ്റൊരാൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം. സിംപ്ലി നമുക്കിവിടെ ആളുകൾക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഈ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ആകാൻ പാകത്തിന് കൃത്യമായിട്ടുള്ള വരുമാനമുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല അല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്കണോമിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് പേർക്ക് നല്ല ശമ്പളം ഉണ്ട്, പക്ഷെ അവരെല്ലാവരും ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത്. അവർക്ക് ശമ്പളം ഉണ്ട് എങ്കിലും, 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എങ്കിലും EMI ചെലവുകൾ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും കയ്യിലുണ്ടായിരിക്കുക. വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരിക്കില്ല. ഒരു 5 കൊല്ലമൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രഷർ കുക്കറിന്റെ ഉള്ളിലാണ്. അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. ഈ ഒരു സാഹചര്യത്തിൽ ഒരാള് ജോലി ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അവർക്ക് അവരുടെ വീട്ടിലെ ചെലവുകൾ ഇത്രമാത്രം വിലക്കയറ്റം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഉറപ്പാക്കിയേ പറ്റൂ. ഇപ്പോ ഇവിടെ പുതിയ പുതിയ ജോലി സാധ്യതകൾക്ക് ആണ് സ്കോപ്പ് കൂടുതൽ. ഓൺട്രപ്രണർഷിപ്പിന് സാധ്യതകൾ കുറവാണ്. കാരണം എല്ലാവരും ഈ ഒരു റാറ്റ് റേസിന്റെ പുറകിലാണ്. ഈ ഒരു പ്രോബ്ലം അവിടെ നിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഓൺട്രപ്രണേഴ്സിന് ഇവിടെ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുക, അതിന് എന്തൊക്കെ സാഹചര്യങ്ങളാണ്, എന്തൊക്കെ സപ്പോർട്ടുകളാണ് സർക്കാരിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ എക്കോ സിസ്റ്റം എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്റ്റാർട്ടപ്പ് ഹബിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ടപ്പുകളുടെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒരുപാട് വളർന്നു വരുന്നുണ്ട് എങ്കിലും അവരെങ്ങനെ ബൂം ചെയ്തെടുക്കാൻ പറ്റും? ഇപ്പൊ തന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ തുടക്കക്കാരായിട്ടുള്ള ബിസിനസ്സുകാരെല്ലാവരും നേരിടുന്ന ഓൺലൈൻ ബിസിനസ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ MSMEs ആയിക്കോട്ടെ, ഇവരൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ ആഡ്സിനെയാണ് അവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റ്സിനെയാണ് ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മെറ്റയിൽ വന്ന പുതിയ അപ്ഡേഷൻ പ്രകാരം അവർക്ക് അവരുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി ബെറ്റർ ബിസിനസ് നടക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്, എവിഡന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോ ഭായിമാര് അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവര് ബംഗാളിലേക്കും ആസാമിലേക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞ സമയത്ത് ഈ ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായ സമയത്ത് ഇവിടെ തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥയായി. നിർമ്മാണ മേഖല സ്തംഭിച്ചുപോയി. ഓക്കെ, അതുപോലെ തന്നെ ഹോട്ടലുകൾ സ്തംഭിച്ചുപോയി. എല്ലാ രംഗത്തും ഈ ഒരു പ്രശ്നം എവിഡന്റ് ആണ്. ഒരു മരം വെട്ടാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥയായി. ഇപ്പൊ മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ് ഇന്റർ കണക്ട് ആയിട്ടുള്ളതെന്ന്? അപ്പോ ഒരു ഇൻഡസ്ട്രി ഡൗൺ ആയി പോയി കഴിഞ്ഞാലും കൃത്യമായിട്ട് സർക്കാരിന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനാണ് നമ്മൾ ഈ കുരുമുളകിന്റെ ഒക്കെ വില, ഒരു 100 രൂപയുള്ള അതിന്റെ വില ചില സമയത്ത് 200 രൂപയാവുന്നു, ചില സമയത്ത് പക്ഷെ 20 രൂപയായിട്ടും ഡൗൺ ആയിട്ട് മാറാം. അതിനെ സപ്പോർട്ട് ചെയ്യണം. അതിനൊരു ബേസിക് സ്റ്റാൻഡേർഡ് വില ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് താങ്ങുവില എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ ഇത്തരത്തില് ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. അപ്പൊ അത്
പല ഇൻഡസ്ട്രീസിലും പല രീതിയിലാണ്. അപ്പൊ നമ്മളുടെ എക്കോണമിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രമീകരിക്കണം. ഇപ്പൊ നോക്കുകൂലിനെ കൃത്യമായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വായ്പ എളുപ്പത്തിൽ കിട്ടും എന്ന് പറഞ്ഞാലും കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ ആവശ്യമാണ്. മിക്ക ലോണുകളും കിട്ടാനായിട്ട് 3 വർഷത്തെ GST ആവശ്യമുണ്ട്. അപ്പോ ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിനോ ഒരു തുടക്കക്കാരനോ ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് തുടങ്ങി രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു തള്ളി സ്റ്റാർട്ട് ആക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തള്ളു കിട്ടുക, അത്രേ ഉള്ളൂ എക്കോ സിസ്റ്റം എന്നുള്ളത് തന്നെ. എനിക്ക് ഇത്രയും സിംപ്ലിഫൈഡ് ആയിട്ടേ പറഞ്ഞുതരാൻ പറ്റൂ. കറക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് എല്ലാ ഒരു ഡൗട്ടും മാറിയിട്ടുണ്ട്. അതിലേക്ക് ഈ മെറ്റയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഇപ്പോ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ്, ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈവൻ നമ്മളൊരു വെബ് പേജ് അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ട് എങ്കിൽ പോലും അതിന് കുറെ സ്റ്റാൻഡേർഡ്സ് കൂടിയിട്ടുണ്ട്. അത് ഇത്ര മാത്രം MB അല്ലെങ്കിൽ KB ആയിരിക്കണം, ആ പേജിന്റെ സൈസ് എത്രയായിരിക്കണം, അങ്ങനെ അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് ബിസിനസ് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്രസക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ AI വന്നു കഴിഞ്ഞപ്പോ ഏത് പൂട്ടും ഈസി ആയിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് പൊളിക്കാം. പക്ഷെ പൂട്ടിന്റെ ശക്തി മെറ്റ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവര് പ്രിക്വേഷൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോ അടുത്തതായിട്ട് നമുക്ക് ബംഗാളിലേക്ക് പോകാം. അതായത് മമതാ ബാനർജിയുടെ ഭരണം ഇപ്പോ, അതായത് ഒരു 2011 കയറിയതാണല്ലോ. അപ്പൊ 15 വർഷത്തോളം ബംഗാള് ഭരിച്ചു. ഇപ്പോൾ അതായത് ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആ കസേര വിട്ടു പോകാൻ താല്പര്യമില്ലാത്ത രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മമതാ ബാനർജിയുടെ ഭരണത്തില് അവിടെയുള്ള ഏറ്റവും കൂടുതൽ റേപ്പ് കേസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. നമ്മൾ കണ്ടു ആ ഒരു റേപ്പ് കേസ്, ഒരു കുട്ടിയുടെ അമ്മ അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു, ജയിച്ചിട്ടും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്നത്? കാരണം മമതാ ബാനർജി കഴിഞ്ഞ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയതിന്റെ കുഴപ്പമാണ് രാത്രി എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യൂൻ സിനിമയിൽ സലീം കുമാർ ചോദിച്ചൊരു ഡയലോഗ് ഉണ്ട്, ഏതാണ് ആ സമയം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വസ്ത്രധാരണവും രാത്രി പുറത്തിറങ്ങുന്നത് മാത്രമാണോ ബലാത്സംഗത്തിന് കാരണമായിട്ടുള്ളത്? അല്ല, ഇതൊരു മാനസിക വൈകൃതമായിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് പറയാൻ പറ്റും. ഇപ്പൊ തമിഴ്നാടിന്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. തമിഴ്നാട്ടിൽ ഏത് സമയവും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റും. കേരളത്തിലും കുറെയൊക്കെ പോസിറ്റീവായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇപ്പോ പെരുമ്പാവൂർ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും വലിയൊരു ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, പെരുമ്പാവൂരിലെ ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ മലയാളികൾ ലഹള ഉണ്ടാക്കുന്ന പോലെയോ അല്ലെങ്കിൽ അടി ഉണ്ടാക്കുന്ന പോലെയോ ഒന്നും അല്ല. അത് ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ്. ഫോൺ എടുത്തു എന്ന് പറഞ്ഞ ആളുകൾ തല്ലിക്കൊല്ലുക, അങ്ങനെ വളരെ ഒരു നയമില്ലാതെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോ ഈ ബംഗാളിലെ കാര്യം മാത്രമല്ല, ഇപ്പൊ ആസാമിലുള്ളവർക്ക് വേറൊരു ക്യാരക്ടറാണ്, ഒറീസക്കാർക്ക് വേറൊരു ക്യാരക്ടറാണ്, ബീഹാറുകാർക്ക് വേറെ ക്യാരക്ടറാണ്. അപ്പോ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ജീവിത പ്രദേശത്തിന്റെ ഒരു കൾച്ചർ ആണ്. അവരെ കൃത്യമായിട്ട് ഒരു പോലീസിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കൃത്യമായിട്ടൊരു നിയമമുണ്ട്. അവിടെ ഒരു തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടി അവിടുത്തെ ക്രിമിനലുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. മമതാ ബാനർജി ഒരു അനാവശ്യ പിടിവാശി കാണിക്കുകയാണ്. ഇല്ല, ഞാൻ പോവില്ല, മറ്റേ സിനിമയിൽ കാണിക്കുന്ന പോലെ അയാൾക്ക് അത് എഴുതുകയാണല്ലോ തഹസിൽദാർ പ്രിയദർശിനി. അപ്പോ വേറൊരു തഹസിൽദാർ പ്രിയദർശിനി ആവാൻ പോവാണ്. ജനവിധി അംഗീകരിക്കുക. പക്ഷെ നിങ്ങൾ കാണുന്ന പോലെ ഉള്ള മമതാ ബാനർജി അല്ല റിയലില്. മമതാ ബാനർജി അടിച്ചൊതുക്കേണ്ടവരെ അടിച്ചൊതുക്കും, ഡാമി താത്തേണ്ടവരെ ഡാമി താത്തും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതും ഈ ഒരു ബലാത്സംഗ കേസിന്റെ അത് വന്നിട്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ വികസന മുരടിപ്പുണ്ട്, അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളോടുള്ള സമീപനം, അവിടുത്തെ മലയാളി ഡയസ്പൊറ തന്നെ പല അഭിപ്രായങ്ങളും നമുക്ക് TV പറയുന്നതായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോ കുറച്ചുകൂടിയും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ആവശ്യമാണ്. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാണ്. അവിടെ പോലും ഏറ്റവും മൃഗീയമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. അവിടുത്തെ വൃത്തി, വിദ്യാഭ്യാസം, ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്, ഭയങ്കര ഹീനമാണ്. അവിടെ നിന്ന് ഇവിടെ വരുന്ന തൊഴിലാളികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇവിടെ വളരെ സ്വർഗമാണ് വിദ്യാഭ്യാസം. അവരിനി അങ്ങോട്ട് പോണില്ല, കുട്ടികളെയൊക്കെ ഇവിടെ പഠിപ്പിക്കാനാണ്. മാടി വിളിച്ചത് 5000 രൂപ തരാന്നൊക്കെ പറഞ്ഞ് വിളിച്ചതല്ലായിരുന്നോ ബംഗാളില്, നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുമല്ല, മമതാ ബാനർജിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ 34 വർഷം CPM ഭരിച്ച ഒരു
സ്ഥലത്ത് നിന്നാണ് അധികാരം കൈമാറിയത്. അതായത് എന്നിട്ടും കോൺഗ്രസ് ആയിരുന്നു, പിന്നെ തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് മാറ്റി. അതായത് കോൺഗ്രസിലെ വലിയൊരു ആൾക്കാരെ പ്രമുഖരെ തന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് വലിയൊരു കൊളാഷ് തന്നെയാണ് അവിടെ നടന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ബംഗാളിലെ ജനത സി പി എം ഭരിച്ച് ഏകദേശം മുടിച്ച സ്ഥലം തന്നെയാണ്. കാരണം നന്ദിഗ്രാം വെടിവെപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മമതാ ബാനർജിയെ ജനങ്ങൾ കയറ്റിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇപ്പോ CPM ഭരിച്ച പോലെ തന്നെയുള്ള അതായിരുന്നില്ലേ, അതായത് മമതാ ബാനർജിയുടെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നത്. അവർ ഏറ്റവും കൂടുതൽ ആദ്യം ക്രൂശിച്ചത് CPM-കാരെ തന്നെയല്ലേ, കൊല്ലാക്കൊല ചെയ്തു. ശരിക്കും പറഞ്ഞാൽ തനിക്ക് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടാൻ പാടില്ല എന്നൊരു നയമായിരുന്നോ മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നത്? മമതാ ബാനർജിയുടെ ഒരു സ്റ്റൈല് അടിച്ചൊതുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോ അധികാരം ഒരിക്കലും എന്റെ കയ്യിൽ നിന്നും പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം അവിടെ വ്യക്തമായിരുന്നു. അപ്പൊ അതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും ഇറങ്ങി പോവില്ല എന്നുള്ള അവരുടെ ഒരു മര്യാദയില്ലാത്ത നയം തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവർ ഇലക്ഷൻ തോറ്റു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരമായി. നമ്മളത് കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതുമല്ല, ആ ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ് CRPF ഒരുപാട് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഭയങ്കര കൂടുതലായിരുന്നു ബംഗാളില്. ആ ഒരു CRPF ഉദ്യോഗസ്ഥർ അവിടെ വന്നു നിന്നപ്പോൾ മമതാ ബാനർജി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, പഹൽഗാമിലും ദില്ലി സ്ഫോടനത്തിലും നടക്കുന്നതിന് മുന്നേ ഇതേപോലത്തെ ഒരു സെക്യൂരിറ്റി അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ്, അതായത് റീപോളിംഗ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ജനങ്ങൾ തന്നെ പ്രതികരിച്ചു തുടങ്ങി. കാരണം അവരെ അങ്ങോട്ടേക്ക് വിടുന്നില്ല, അതായത് TMC പ്രവർത്തകരെ തടയുന്നു എന്നുള്ളത്. ഇതെല്ലാം മമതാ ബാനർജിയുടെ രണ്ട് വശങ്ങളാണ്. അതായത് CRPF ഉദ്യോഗസ്ഥർ അവിടെ വന്നപ്പോൾ ഇതേ TMC പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു ആരോപണം പുള്ളിക്കാരത്തി മമതാ ബാനർജി എടുത്തിട്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റീപോളിംഗ് വന്നപ്പോൾ ജനങ്ങൾ തന്നെ രോഷം കൊള്ളുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CRPF ഉദ്യോഗസ്ഥർ വന്നപ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം കൂടിയത് അപ്പോഴാണ്. അതിനു മുന്നേ 82-84 ഒക്കെ ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വോട്ടവകാശം കൃത്യമായിട്ട്, അതായത് പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരിക്കാൻ ഈ TMC പ്രവർത്തകർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊരു പ്രാക്ടിക്കൽ ഉദാഹരണം തന്നെ പറയാം. പെരുമ്പാവൂരിൽ നിന്നും ആയിരക്കണക്കിന് ട്രിപ്പുകളാണ് ബംഗാളിലേക്ക് ഇത്തവണ ഇലക്ഷന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ബസ്സിൽ ആളുകൾ കയറ്റി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോ ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവിടെ വോട്ട് ചെയ്യണം, അത് എന്റെ ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ പൗരത്വത്തിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ വരെ അവിടെ ആളുകളെ ധരിപ്പിച്ചു. അപ്പോ ആളുകൾ ഇത്രമാത്രം ഒരു കുത്തൊഴുക്ക് ഈ പോളിംഗിന് വേണ്ടിയിട്ട് ഉണ്ടായി. അപ്പോ ഈ ശക്തി കേന്ദ്രങ്ങളില് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബൂത്തില് മറ്റോ ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥികൾക്ക് കിട്ടേണ്ട വോട്ടുകളെ ഞാൻ ഏത് വിധേനയും തടയും എന്നുള്ള നയം വെച്ചിട്ടായിരിക്കും അവർ അങ്ങനെ തടഞ്ഞിട്ടുണ്ടാവുക. കുറച്ച് വീഡിയോകളൊക്കെ ഞാനും ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിരുന്നു. അതിന് ശക്തമായിട്ട് CRPF എതിർത്തിട്ടുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പുവൽക്കുക എന്നുള്ള പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം അവര് നടപ്പിലാക്കി എന്ന് വേണം പറയാനായിട്ട്. ഈ ഇലക്ഷന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കണ്ണിങ് ആണ്. ഒരു ദയ ഉണ്ടായിരിക്കില്ല, നല്ല ഇടി കൊടുക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ അപ്പൊ ആ ഒരു തടയുന്നവര് പോളിംഗ് ബൂത്തിലേക്ക് എത്തി അവരുടെ അവകാശത്തെ വിനിയോഗിച്ചു. ഇപ്പൊ CRPF ഉദ്യോഗസ്ഥർ ഇപ്പൊ വന്നോണ്ടാണ് ഇത് നടന്നത്. അല്ല, എല്ലാ തവണ ഇതുപോലെ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോളിംഗ് ശതമാനം കുറവായിരുന്നു. അല്ല, അപ്പൊ ഇത്രയും ആരോപണങ്ങളൊന്നും വന്നിരുന്നില്ല. അതായത് മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഇത്ര ഒരു ആരോപണങ്ങൾ വന്നിരുന്നില്ല. ജയിച്ചു കഴിഞ്ഞ ആരോപണങ്ങളില്ലല്ലോ, തോറ്റു പോകുമ്പോഴല്ലേ കുറ്റവും കുറവുകളുള്ളൂ. അപ്പൊ തോൽവിയുടെ മണം മമതാ ബാനർജിക്ക് അടിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും. അല്ലെ, നമ്മള് തോറ്റു നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും കാരണങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പൊ ഇവർക്ക് സ്വയം പറഞ്ഞെങ്കിലും ഒന്ന് ആശ്വസിക്കണമല്ലോ, ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് മമതാ ബാനർജി BJP അവിടെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റും മമതാ ബാനർജിയുടെ ഭരണത്തിലെ പിഴവ് തന്നെയാണെന്നുള്ളത്. അഴിമതി ഉണ്ടായിരുന്നു ഒരുപാട്. അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ, ബംഗ്ലാദേശികൾ ഒരുപാട് അവിടെ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. വ്യാജ ആധാർ കാർഡുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതാണ്. ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് അതായിരുന്നോ? അല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ മൂർഷിദാബാദ് എന്ന് പറയുന്ന ബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിൽ കിടക്കുന്ന ഒരു നഗരമുണ്ട്. അവിടെ നിന്ന് ഒരുപാട് പേര്, ഈ ഇപ്പൊ പെരുമ്പാവൂരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ അഡ്രസ് നോക്കി കഴിഞ്ഞാൽ മൂർഷിദാബാദ് എന്നാണ്. ഞാൻ കണ്ടിട്ടുണ്ട് 14-15 വയസ്സുള്ളവർക്ക് 18 വയസ്സായിട്ടുള്ളതിന്റെ തിരഞ്ഞെടുപ്പിന്റെ കാർഡുമായിട്ട് നടക്കുന്നത്. പക്ഷെ അതുപോലെ ഫേക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും
തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇന്ത്യൻ പൗരത്വം കിട്ടുക എന്നുള്ളത് പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിൽ നിന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് അത് നോക്കുന്നത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രൈഡ്. അപ്പോ അതുകൊണ്ട് അങ്ങനെയൊക്കെ വോട്ട് പിടിക്കുന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ എതിർത്തത് ഈ മമതാ ബാനർജിയാണ്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കുറെ ആളുകൾ അവിടുന്ന് ബംഗ്ലാദേശികൾ തന്നെ കുറെ ഉണ്ടായിരുന്നു, അവരൊക്കെ പലായനം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ശരിക്കും SIR എതിർക്കാൻ എന്തായിരിക്കും മമതാ ബാനർജി? അല്ല, തോൽവി ഭയം അത് തന്നെയാണ്. അതിന്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാന്ന് പറയുന്ന പോലെ കൃത്യമായിട്ടുള്ളൊരു കാരണം എന്റെ ഭരണ പിഴവാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ലായ്മ, അത്രേ ഉള്ളൂ. ജനങ്ങള് അവരെ തൂത്തെറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, ജനങ്ങളുടെ മുമ്പിൽ അവർ വെറുക്കപ്പെട്ടവരാണ്. അപ്പോ അല്ലാതെ തന്നെ വേറെ കാരണമൊന്നുമില്ല. അത് എങ്ങനെയാണ് മാനിപ്പുലേഷൻ നടത്തി, ഇങ്ങനെ മാനിപ്പുലേഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് രോദനങ്ങൾ നടത്താമെന്നല്ലാതെ അതൊരിക്കലും ഒരു ഉത്തരവല്ല. ആളുകൾക്ക് ഇപ്പൊ ഇതൊക്കെ മനസ്സിലാകണം. പിന്നെ അതുമല്ല, ഇപ്പോ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അവിടെ വേട്ടയാടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആ കുട്ടിയുടെ അമ്മ മത്സരിച്ച് ജയിച്ചു. പക്ഷെ ആ കുട്ടിയുടെ കേസ് എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അധികാരി എന്ന് പറയുമ്പോൾ അതിനെന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഒരു പക്ഷെ അവിടെ അന്വേഷണം വന്നിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ആളുകൾക്കൊക്കെ എന്തൊക്കെയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ കേസ് എങ്ങും എത്താതെ പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ മമതാ ബാനർജി എന്ത് തന്നെ ആകട്ടെ, ഒരു സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും കൂടിയാണ്, ഒരു ലേഡി തന്നെയാണ് അവര്. അത് എടുക്കേണ്ടതല്ലേ? തന്നെ ടോർച്ചർ ചെയ്യുന്ന വിധത്തിലേക്ക് വന്നൊരു സംഭവമാണ് ഇത്. ഒന്നും രണ്ടും കേസല്ല, ഒരു 36,000 എബോ കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഇത് രാജ്യം മൊത്തമായിട്ട് ചോദിക്കപ്പെടുകയും ശബ്ദം ഉയർത്തുകയും ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ മമതാ ബാനർജി ഒട്ടകപ്പക്ഷിയുടെ നയാണ്. അതായത് ഒട്ടകപ്പക്ഷി ആരെങ്കിലും പുറകിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരപിടിയന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടകപ്പക്ഷിയുടെ വലിയ തല കൊണ്ടുപോയിട്ട് മണലിന്റെ ഉള്ളില് പൂത്തിവെക്കും. അങ്ങനെ ഞാൻ കണ്ണടച്ചേ, ഞാൻ ആരും കാണുന്നില്ല, അപ്പൊ എന്നെ ആരും കാണുന്നില്ല, അപ്പൊ ആരോപണങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു നയം അവർക്കുണ്ട്. ഈ ഒരു പ്രസ്തുത പ്രശ്നത്തില് ഇപ്പോ വീണ ജോർജ് ഇവിടെ ഓപ്പറേഷൻ നടത്തിയിട്ടല്ല ആരോഗ്യ മേഖല മോശമാണ് അല്ലെങ്കിൽ കത്രികയുടെ പ്രശ്നമുണ്ടെന്ന് പറയണം. അവരല്ല കത്രിക കൊണ്ടുവച്ചത്, ഓപ്പറേഷൻ നടത്തിയത്. പക്ഷെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ യുക്തമായിട്ടുള്ള ഒരു മേഖലയിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം അവരാണ് ഇത്രമാത്രം ഓഫർ കൊടുത്ത് ഇവിടെ ജനങ്ങളുടെ മുമ്പിലേക്ക് സർക്കാരിന്റെ മുഖമായിട്ട് വരുന്നത്.